ഹലോ നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യോളജിയിലെ ഫാമിലി എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കുടുംബം എന്ന വേർഡ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് സാമൂഹിക സ്ഥാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, സ്ഥാപനം അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന വേർഡിനെ പൊതുവെ നമ്മൾ ഒരു സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അഥവാ ഇപ്പോ സ്കൂളുകള് അല്ലെങ്കിൽ കോളേജ് തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കോൺസെപ്റ്റുകളാണ്. അതായത് മാരേജ്, ഫാമിലി, റിലീജിയൻ, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ്. ഈ ഓരോ കോൺസെപ്റ്റുകളും സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒന്നാണ്. ഇത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹ്യ സ്ഥാപനമായിട്ടാണ് കുടുംബത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് കുടുംബം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ ഫാമിലി ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് ടു ഇൻഡിവിജ്വൽ ഓഫ് ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ള രണ്ട് എതിർവിഭാഗത്തിൽപ്പെട്ട സെക്സിലുള്ള ആൾക്കാരുടെ യൂണിയനാണ്, അവരുടെ മുന്നോട്ട് പോക്കിനെയാണ്. എങ്ങനത്തെ മുന്നോട്ട് പോക്കാണ്? സൊസൈറ്റിയുടെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള രണ്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുടെ മുന്നോട്ടുള്ള ജീവിതത്തെയാണ് നമ്മൾ ഒരു ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫാമിലിയുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഫാമിലിയെ കാണാൻ സാധിക്കും. രണ്ടാമത് എന്താന്ന് വെച്ചാൽ ഫാമിലി നിലനിൽക്കുന്നത് ചില ഇമോഷൻസിന്റെ, സെന്റിമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു ഫാമിലി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെമ്പേഴ്സ് തമ്മിൽ കുറച്ച് എന്തുണ്ടായിരിക്കണം, ലവ് ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു സഹകരണ മനോഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. മൂന്നാമത്, ഓരോ ഫാമിലി ഈസ് ദ സ്മോളസ്റ്റ് സോഷ്യൽ യൂണിറ്റി എന്നുള്ളത്. നാലാമത്തെ ഫീച്ചേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി സോഷ്യലൈസേഷന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ സോഷ്യലൈസേഷൻ എന്താന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഒരു കുട്ടിയെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയാം. അതില് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബാലപാഠം നൽകുന്നത് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഉള്ള ആ ആ സമൂഹത്തിന്റെ എല്ലാ വശങ്ങളും അടങ്ങിയിട്ടുള്ള ബാലപാഠം നൽകുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഇപ്പോ പിയർ ഗ്രൂപ്പ്, അതേപോലെ സ്കൂളുകള് തുടങ്ങിയിട്ടുള്ള നിരവധി സോഷ്യലൈസേഷന്റെ ഏജൻസികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഫാമിലിയെ കൺസിഡർ ചെയ്യുന്നത്. അഞ്ചാമത്തെ ഫീച്ചേഴ്സ് നോക്കൂ. അതായത് ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ എല്ലാ എക്കണോമിക് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത് ഫാമിലിയിലൂടെ ആയിരിക്കും എന്നുള്ളത്. ആറാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ ഫാമിലിക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് നെയിമുകൾ ഉണ്ടായിരിക്കും. ഏഴാമത്തത്, നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ഡിസെന്റ് അല്ലെങ്കിൽ എന്താ പറയാ താവയൊക്കെ പറയുന്നതിന് അടിസ്ഥാനത്തിൽ ഫാമിലി നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അച്ഛൻ മുഖേന നമ്മുടെ താവൈ പറയുകയാണെങ്കിൽ ആ ഒരു ഫാമിലിയെ നമ്മൾ പാട്രിലീനിയൽ ഫാമിലി എന്ന് പറയും. ഇനി അമ്മ മുഖേനയാണ് നമ്മുടെ താവൈ പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫാമിലി നമ്മൾ മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയും. ഇനി ഇവർ രണ്ടും കൂടിയിട്ട് രണ്ടുപേരുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ താവൈ പറയുന്നുണ്ടെങ്കിൽ അവരെ ബൈലാറ്ററൽ ഫാമിലി എന്നും പറയും. അടുത്തത് എട്ടാമത്തെ സവിശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫാമിലി അതിന്റെ മെമ്പേഴ്സ് താമസിക്കുന്ന രീതിയെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം. പാട്രി ലോക്കൽ ഫാമിലിയും മാട്രി ലോക്കൽ ഫാമിലിയും നിയോ ലോക്കൽ ഫാമിലിയും. ഇതിൽ പാട്രി ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിന്റെ പാരന്റൽ ഹോമിൽ താമസിക്കുകയാണെങ്കിൽ പാട്രി ലോക്കൽ എന്നും, ഇനി കല്യാണത്തിന് ശേഷം ഹസ്ബൻഡും വൈഫിന്റെ പാരന്റൽ ഹോമിൽ താമസിക്കുകയാണെങ്കിൽ അതിനെ മാട്രിലോക്കൽ എന്നും, ഇനി ഇവർ തമ്മിൽ മാരേജിന് ശേഷം പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തി മാറി താമസിക്കുകയാണെങ്കിൽ അതിന് നിയോ ലോക്കൽ എന്നും പറയും. അടുത്തത് ടൈപ്സ് ഓഫ് ഫാമിലി. ഫാമിലി വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടു വരും. എന്നിരുന്നാലും ചില പുതിയതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം.
ഒന്ന് പാട്രിയാർക്കൽ ഫാമിലിയും മാട്രിയാർക്കൽ ഫാമിലിയും. പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ പവറും അതോറിറ്റിയും ആർക്കായിരിക്കും? മെയിൽ മെമ്പറിനായിരിക്കും. അതേപോലെ പ്രോപ്പർട്ടിയുടെ റൈറ്റ്സും ആർക്ക് തന്നെ ആയിരിക്കും? മെയിൽ മെമ്പേഴ്സിനായിരിക്കും ഉണ്ടായിരിക്കുക. മാട്രിയാർക്കലാണെങ്കിൽ നേരെ തല തിരിച്ച് അവിടെ ഫീമെയിൽ മെമ്പറിനായിരിക്കും പവർ ആൻഡ് അതോറിറ്റി ഉണ്ടായിരിക്കുക, പ്രോപ്പർട്ടി റൈറ്റ്സും ഉണ്ടായിരിക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പാണ് ജോയിന്റ് ഫാമിലി സിസ്റ്റവും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റവും. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ രണ്ടിലധികം രണ്ടിലധികം കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റം. അത് പണ്ട് കാലത്തൊക്കെ വളരെ അധികം നമ്മുടെ നാട്ടിലേക്ക് കണ്ടുവന്നിരുന്ന ഒരു ഫാമിലി സിസ്റ്റമാണ്. അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യാം. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഇവിടെ അച്ഛനും അമ്മയും വിവാഹിതരാകാത്ത മക്കളുമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അടുത്ത ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്രി ലോക്കലും മാട്രി ലോക്കലും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ താമസ രീതിയുടെ അടിസ്ഥാനത്തിൽ, താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാട്രി ലോക്കലും മാട്രി ലോക്കലും രണ്ടായിട്ട് തരംതിരിക്കുക. അടുത്തത് കല്യാണം കഴിച്ച രീതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇണകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഫാമിലിയെ മൂന്നായിട്ട് തരംതിരിക്കാം. മോണോഗമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് നടക്കുന്നത് ഒരാണും ഒരു പെണ്ണും തമ്മിലുള്ള കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന അവരുടെ ഫാമിലി. പോളിഗമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഫാമിലി. പോളിയാൻഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷനെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഫാമിലി. അടുത്ത തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. താവയുടെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്രിലീനിയൽ ഫാമിലി എന്നും മാട്രിലീനിയൽ ഫാമിലി എന്നും തരംതിരിക്കും എന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് എൻഡോഗമസ് ഫാമിലിയും എക്സോഗമസ് ഫാമിലിയും. എൻഡോഗമസ് എന്ന് പറയുമ്പോൾ അയാള് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിന് എൻഡോഗമസ് എന്നും, ഇനിയിപ്പോ ഒരു കാസ്റ്റിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പെട്ട ആള് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സോഗമസ് ഫാമിലി എന്നും പറയും. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഫാമിലി എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും ടൈപ്സും ആണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ അടുത്ത വീഡിയോസുകളിലൂടെ നമുക്ക് മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യാം.